2024 പ്രസിദ്ധീകരിച്ച എസ് ഹരീഷ് എഴുതിയ നോവലാണ് പട്ടുനൂൽ പുഴു. നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതായി സാംസയ്ക്ക് അനുഭവപ്പെട്ടു. 13 വയസ്സ് പ്രായമുള്ള സാംസ അവൻ്റെ ചുറ്റിലുമുള്ള വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ രീതിയിലുള്ള കഥ പറച്ചിൽ, ഇതാണ് ഈ നോവലിനെ വേറിട്ടതാക്കുന്നത്. സാംസയുടെ അച്ഛൻ വിജയൻ, അമ്മ ആനി, കൂട്ടുകാരൻ സ്റ്റീഫൻ, കാലങ്ങൾക്ക് മുൻപ് മരിക്കുമ്പോൾ 13 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നതാഷ എന്ന് പേരിട്ട പെൺകുട്ടി, ഇലു എന്ന നായ, ഇവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ പൊതു സ്വഭാവം ഏകാന്തതയാണ്. പറമ്പത്ത് കിളയ്ക്കാൻ വന്ന ദാമുവാണ് സാംസയോട് കാര്യം പറയുന്നത്. ആ പറമ്പത്താണ് പണ്ട് ദാമുവും കുടുംബവും താമസിച്ചിരുന്നത്. തൻ്റെ ഇളയ സഹോദരി മരിക്കുമ്പോൾ 13 വയസ്സാണ് പ്രായം. അതിനെ കുഴിച്ചിട്ടത് അവിടെയാണ്. ദാമു ഒരു കട്ടയെടുത്ത് അവിടേക്ക് എറിഞ്ഞു കാണിച്ചു. സാംസ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ കൂടെ മറ്റാരോ ഉണ്ടെന്ന മട്ടിൽ ഇലു, അതായത് നായ, തുടലിൽ കിടന്ന് ചാടി. അവിടെ ഉണ്ടായിരുന്ന കോഴി രണ്ടുപേരെ കണ്ടതുപോലെ ഒച്ചയിട്ടു. ഇത് വായിക്കുമ്പോൾ നമ്മളും ഏകാന്തതയുടെ മറ്റൊരു ലോകം കാണും. ലൈബ്രറിയിൽ വെച്ചാണ് സാംസയ്ക്ക് മരിച്ചുപോയ പെൺകുട്ടിക്ക് ഇടാൻ പേര് കിട്ടുന്നത്. ലൈബ്രറിയൻ മാർക്ക് സാറാണ് നതാഷ എന്ന് പേര് നൽകിയത്. സാംസയ്ക്ക് ആ പേരിടാൻ അച്ഛൻ വിജയന് പറഞ്ഞു കൊടുത്ത ആളും മാർക്ക് സാർ തന്നെയാണ്. സാംസയുടെ കൂട്ട് സ്റ്റീഫനുമായിട്ടാണ്. 30 വയസ്സുള്ള സ്റ്റീഫൻ ജന്മനാൽ ചിത്തഭ്രമമുള്ള ആളാണ്. കാഴ്ചയിലോ പെരുമാറ്റത്തിലോ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ വർഷത്തിലൊരിക്കൽ സ്റ്റീഫന് ഭ്രാന്തിളകിയാൽ അക്രമാസക്തനാകും. ആളുകൾ ചേർന്ന് അയാളെ പിടികൂടി മരത്തിൽ കെട്ടിയിടും. സാംസയുടെ അച്ഛൻ വിജയൻ ഒരു കട നടത്തുന്നു. പേര് വിജയൻ എന്നാണെങ്കിലും ജീവിതത്തിലുടനീളം പരാജയപ്പെട്ട മനുഷ്യനാണ്. തീപ്പെട്ടി കമ്പനി നടത്തിയിരുന്ന കാലത്താണ് ആനിയെ കാണുന്നതും കൂടെ കൂട്ടിയതും. തുടർന്ന് അങ്ങോട്ട് നടത്തിയ കച്ചവടങ്ങളെല്ലാം പൂട്ടിപ്പോയി. കടം കൊണ്ട് മൂടിയ അയാൾ ഇപ്പോൾ ആർക്കോ വേണ്ടി എന്നതുപോലെ ജീവിക്കുകയാണ്. പാവപ്പെട്ട കുടുംബത്തിലാണ് ആനി ജനിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടും കഷ്ടപ്പാട് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. സാംസ ഉണ്ടായി എന്നതാണ് ഈ വിജയനും ആനിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരേ ഒരു തെളിവ്. ഇപ്പോഴും വിജയനെ കണ്ട കാലത്തെ ഓർമ്മകളായവിറക്കി കാലം കഴിക്കുന്നു. തനിക്ക് വേണ്ടിയല്ലാതെ ജീവിച്ച് തീർക്കുന്ന ആനിയാണ് നമുക്ക് കാണാൻ കഴിയുക. നോവലിൻ്റെ അവസാനം ആനി തൻ്റെ കുട്ടിക്കാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 13 വയസ്സുള്ളപ്പോഴാണ് അസുഖം ബാധിച്ചത് ആനിക്ക്. വീട്ടുകാരും നാട്ടുകാരും മരണം ഉറപ്പാക്കിയ ഒരു കാലമായിരുന്നു അത്. മരണക്കിടക്കയിൽ ആനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് സ്വപ്നത്തിലെ മറ്റൊരു 13കാരനായിരുന്നു. ആ കുട്ടിയുടെ മുഖം ഓർത്തെടുക്കുമ്പോൾ തെളിയുന്നത് സാംസയുടെ മുഖമാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? ഈസിയായി വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമല്ല ഇത്. മനസ്സിരുത്തി ഏകാന്തതയിൽ മറ്റൊരു ഏകാന്തതയായി വായിച്ചെടുക്കേണ്ട നോവലാണിത്. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.